മോക്ക് വിശപ്പ് തോന്നുന്നുണ്ടോ? ഇല്ല. ക്ഷീണം? ഇല്ല, എനിക്കൊരു അസുഖം തോന്നുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ടൊരു ചെക്കപ്പ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. സീരിയസ് ആയിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. നമുക്ക് വീട്ടിലേക്ക് പോവാൻ ഡാഡി, എനിക്കിവിടെ പിടിക്കുന്നില്ല. സാറിനെ ഡോക്ടർ വിളിക്കുന്നു. മോള് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തോളൂ, ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. വല്ലാത്ത ടെൻഷൻ. ഒരു സിഗരറ്റ് തരൂ. എന്താ ഡോക്ടർ ഒന്നും പറയാത്തത്? എന്താ മോളുടെ അസുഖം? രോഗിയുടെ രോഗവിവരം പൂർണ്ണമായും രക്ഷിതാക്കളെ അറിയിച്ചാൽ മാത്രമേ അവർക്കതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുകയുള്ളൂ. ഞങ്ങളുടെ മനസ്സിലെ ഭാരം അല്പം കുറയുകയും ചെയ്യും. എന്തായാലും റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനക്കരുത്ത് പ്രൊഫസർക്കുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പറയുക, ഹൈപ്പർട്രോപിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി എന്നറിയപ്പെടുന്ന വളരെ അപൂർവമായ രോഗമാണ് വീണയെ ബാധിച്ചിരിക്കുന്നത്. ഷീ ഈസ് എ ഡൈയിങ് പേഷ്യന്റ്. ഏത് നിമിഷവും നമ്മൾ അപകടം പ്രതീക്ഷിക്കണം. അമിതമായ സന്തോഷമോ ഉള്ളിൽ തട്ടുന്ന ദുഃഖമോ ഒരിക്കലും അവൾക്കുണ്ടാകാൻ പാടില്ല. ജീവിതത്തെ വളരെ ലാഘവത്തോടെ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ കുറച്ചു കാലം കൂടി വീണ നമ്മളോടൊപ്പം ഉണ്ടാവും. ഫലപ്രദമായ ചികിത്സകളൊന്നും ഈ രോഗത്തിന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ദേവാലയങ്ങളും ഭക്തിമാർഗങ്ങളും നമുക്കല്പം ആശ്വാസം തരും. ഏതായാലും തൽക്കാലം നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. ഒരവസാനത്തെ വഴിയെന്ന നിലയ്ക്ക് ഓപ്പറേഷൻ ട്രൈ ചെയ്ത് നോക്കാം. രക്ഷപ്പെട്ടാൽ അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. ഡാഡി, എന്റെ രോഗവിവരം മമ്മി അറിയരുത്. ഒരിക്കലും ഉണ്ണീട്ടനോട് പറയരുത്. ഉണ്ണീട്ടനറിഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികേ ചെന്നു കൈതൊഴുതീടിനാർ. മണ്ടോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ, നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോഴനുഭവമിത്തരം മാമകം. മോളെ, ഉണ്ണീട്ടൻ എന്ത് പറ്റി? ഉണ്ണിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. എന്താ മോളെ, നീ ഇങ്ങനെ കരയാൻ തുടങ്ങിയാൽ? സന്തോഷം കൊണ്ടല്ലേ ഡാഡി മോളുടെ കണ്ണ് നിറഞ്ഞത്. ഉണ്ണീട്ടൻ ജയിച്ച ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ഞാനല്ലേ. പെട്ടെന്നുണ്ടായ ഷോക്കിൽ അമ്മ തളർന്നു വീണു. റാങ്ക് കിട്ടിയ വിവരം അറിഞ്ഞ് ഉണ്ണീട്ടൻ വരും. മരിച്ചുകൊണ്ടിരിക്കുന്ന വീണയെ ഇനി ഉണ്ണീട്ടൻ സ്നേഹിച്ചുകൂടാ. ഉണ്ണീട്ടനെ അകറ്റാൻ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. റാങ്ക് കിട്ടിയ വിവരം അറിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ
മോളെ, എന്താ മോളെ? ഏ? എനിക്ക് തോന്നുന്നത് നമുക്ക് വീണെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. അതാ നല്ലത്. ഇനിയൊരു അറ്റാക്ക് കൂടി ഉണ്ടാകാൻ പാടില്ല. സാർ ധൈര്യമായിട്ടിരിക്കും. ഒരു ഓപ്പറേഷൻ ചെയ്തു നോക്കാം. ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. എനിക്കാരുമില്ല. എന്റെ എല്ലാ പ്രതീക്ഷയും എന്റെ മോളാണ്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അങ്ങനെയൊന്നും പറയരുത്. സാറാണ് എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത്. ലെറ്റ് us try. നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, കൊതിതുള്ളി നിൽക്കവേ, തേന്മഴ തൂകാൻ ഉൾക്കുളിർ പാകാൻ നീ വരില്ലിനി, നീ വരില്ലിനി, കടലിൽ നിന്നും എന്താ വേണ്ടത്? മോളെ മരുന്ന് കഴിക്കാൻ സമയമായി. എനിക്കറിയാം. പോകുന്നുണ്ട് എന്റെ അടുത്ത് നിന്ന്. മോള് മരുന്ന് കഴിച്ചില്ലേ ഞങ്ങളുടെ ജോലി പോകും. പ്ലീസ് ലീവ് മീ അലോൺ. എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാനൊന്ന് അമ്പലത്തിൽ പോയിരുന്നു. എന്റെ അടുത്ത് പുളു അടിക്കരുത്. കണ്ടാൽ അറിയാലോ ഡാഡി മദ്യപിച്ചിട്ടുണ്ടെന്ന്. ഡാഡിക്ക് എന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കാൻ വയ്യെങ്കിൽ വീട്ടിൽ പൊയ്ക്കോ. ഡാഡിക്കും എന്നെ മടുത്തു അല്ലേ? എന്റെ സങ്കടം ഞാൻ ആരോടാ മോളെ പറയേണ്ടത്? വേണ്ട, എനിക്ക് വേണ്ടി ആരും വേദനിക്കണ്ട. എന്തിനാ മോളെ ഡാഡിയെ വേദനിപ്പിക്കുന്നത്? മോളിങ്ങനെ കരയാൻ തുടങ്ങിയാൽ ഞാൻ വെറുതെ കരഞ്ഞതല്ലേ. ആ, ഡാഡിക്കൊരു കാര്യം കേൾക്കണോ? ഞാനിവിടെ ഇരുന്നപ്പോ നേഴ്സ് മരുന്ന് തരാൻ വന്നു. ഞാനവരെ വിരട്ടി ഓടിച്ചു. ഡാഡി, ഇന്ന് ഈ റോഡിൽ കൂടി ഒരു കണ്ണുപൊട്ടം പോയി. അയാളൊരു പാട്ട് പാടി, നല്ല പാട്ട്. ഉണ്ണീട്ടൻ കല്യാണം കഴിച്ച പെണ്ണിന് കണ്ണില്ല അല്ല ഡാഡി? ഉണ്ണീട്ടന്റെ മനസ്സ് എത്ര വലുതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമോ? ആ ചേച്ചി എത്ര ഭാഗ്യമുള്ളവളാണ്. മോളെ, മോളെ, എന്താ മോളെ? ഒന്ന്, ഒന്ന്, 5, 10, 1.
ഡാഡി ഇത്? ഓപ്പറേഷൻ എന്ന് പറയുമ്പോ ഡാഡി എന്തിനാ ഇത്ര പേടിക്കുന്നത്? അതും നല്ല എക്സ്പെർട്ട് ഡോക്ടേഴ്സ് ചെയ്യുമ്പോ. പിന്നൊരു കാര്യം, ഡാഡി എന്നെ കണ്ണീരോടെ പറഞ്ഞേക്കരുത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അങ്കിൾ. ആ, ഗുഡ് മോർണിംഗ്. ഇരിക്കും മോളെ. എന്താ മോളെ വിശേഷിച്ച്? ഈ ഓപ്പറേഷൻ സക്സസ് ആകുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? എന്താ മോളെ അങ്ങനെ ചോദിച്ചത്? എനിക്കൊരു അപേക്ഷയുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കണ്ണുകൾ ഉണ്ണിയേട്ടന് ഭാര്യയ്ക്ക് കൊടുക്കണം. മോളെ, അങ്ങനെ ഒരാഗ്രഹം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. പക്ഷേ ഒരിക്കലും ഇത് അവരെ അറിയിക്കരുത്. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയക്രോധ ലോഭമോഹസ്പൃഹ യാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ. അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളകതി. ജ്ഞാനസ്വരൂപൻ എന്നോട് ക്ഷമിക്കൂ അനിയത്തി. എത്ര വർഷങ്ങൾ പോയാലും
എനിക്ക് നീ നൽകിയ ഈ കണ്ണുകൾ കൊണ്ട് നിന്റെ ഉണ്ണിയേട്ടിനെ നിനക്ക് എന്നും കാണാം. la 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 la